അമൃത എൻട്രൻസ് എക്സാം 2026 അപ്ലൈ ചെയ്തോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കൺഫ്യൂഷനാണോ? ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയൽനെസ് സ്റ്റോറീസ് ജീഷ്മ. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ്, മോക്ക് ടെസ്റ്റ്, സ്ലോട്ട് ബുക്കിംഗ്, ഏതൊക്കെ കോഴ്സിന് AELലൂടെ അഡ്മിഷൻ നേടാം എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു. ആ ഒരു ബേസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ്, B.Pharm, അഗ്രികൾച്ചറൽ, അങ്ങനെ ഏത് കോഴ്സിനും AELലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായ അമൃത വിശ്വദീപം യൂണിവേഴ്സിറ്റി അണ്ടറിലേക്ക് അഡ്മിഷൻ നേടാം. അപ്പോൾ ഓൾറെഡി AELന് അപ്ലൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പല പോയിൻറ്റ്സും മിസ് ഔട്ട് ആവാതെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന അക്നോളജ്മെൻറ്റ് പേജ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സേഫായിട്ട് സൂക്ഷിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിനും യൂണിവേഴ്സിറ്റിയുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടി വന്നാൽ പ്രൂഫായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത്, സ്ലോട്ട് ബുക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എക്സാമിന് രജിസ്റ്റർ ചെയ്തവരെ അവരുടെ ഇഷ്ടമുള്ള ഡേറ്റ്, ടൈം സ്ലോട്ട് ചെയ്യാം. അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാം. അതായത് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷന് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാം. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ആ സെയിം സ്ലോട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ടൈമിൽ 1, 2, 3 എന്ന് പ്രയോറിറ്റൈസ് ചെയ്ത്, അതായത് കോഴിക്കോടുള്ള കുട്ടിക്ക് കോഴിക്കോട് ഫസ്റ്റ്, കണ്ണൂർ സെക്കൻഡ്, മലപ്പുറം തേർഡ്, അങ്ങനെ അവർ ഇഷ്ടമുള്ളതുപോലെ പ്ലേസ് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ കോഴിക്കോട് കൂടുതൽ കാൻഡിഡേറ്റ്സ്, ഇതൊരു എക്സാമ്പിൾ മാത്രം പറയുകയാണേ. അപ്പോൾ കോഴിക്കോട് കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, സ്ലോട്ട് അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രയോറിറ്റി ലൊക്കേഷൻ കിട്ടും. അതായത് നെക്സ്റ്റ് കണ്ണൂരോ മലപ്പുറത്തോ അങ്ങനെ കിട്ടും. കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ പോർട്ടൽ വഴി, ഓൺലൈൻ ക്വയറി മാനേജ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കാം. അപ്പം വെബ്സൈറ്റ് ലോഗിൻ ചെയ്താൽ അവൈലബിലിറ്റി അനുസരിച്ച് ടെസ്റ്റ് ഡേറ്റ്, സ്ലോട്ടൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് അവൈലബിൾ ഡേറ്റ് ക്ലിക്ക് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ അവൈലബിലിറ്റി അനുസരിച്ച് ടൈം സ്ലോട്ട് ചൂസ് ചെയ്യണം. ഒരേ സമയം പല കാൻഡിഡേറ്റ്സും സ്ലോട്ട് ബുക്കിംഗ് പോർട്ടൽ ഉപയോഗിക്കുന്നതിനാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്ലോട്ട് സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അൺഅവൈലബിൾ എന്ന് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡേറ്റ് മാറ്റാൻ ചേഞ്ച് ടെസ്റ്റ് ഡേറ്റ് എന്ന ബട്ടൺ ഉപയോഗിച്ച് അത് മാറ്റാവുന്നതാണ്. കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് സെൻറ്റർ, ഡേറ്റ്, ടൈം എല്ലാം റീചെക്ക് ചെയ്ത് കൺഫേം സ്ലോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഒരു ടൈം നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. എക്സാം സെൻറ്റർ ലൊക്കേഷനും അഡ്രസ്സും അഡ്മിറ്റ് കാർഡ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവും. ഇനി നിങ്ങൾക്ക് സ്ലോട്ട് ബുക്കിംഗ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് അവർ തന്നെ സ്ലോട്ട് തരുന്നതായിരിക്കും. നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചുള്ള ഒരു സ്ലോട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അടുത്ത് കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ് അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ AEL എൻട്രൻസ് എക്സാമിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് അമൃത വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് SMS ഇമെയിൽ എന്നിവ കിട്ടിയതിന് ശേഷം മാത്രം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. അതാണ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് SMS ഇമെയിൽ കിട്ടിയതിന് ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അവരുടെ ഒരു വെബ്സൈറ്റ് കയറി ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അതിലൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു ലിങ്ക് വഴി മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തപാൽ വഴിയൊന്നും സെൻഡ് ചെയ്യില്ല. ആ വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്.
അഡ്മിറ്റ് കാർഡിൽ കാൻഡിഡേറ്റ് നെയിം, രജിസ്റ്റർ നമ്പർ, എക്സാം സെൻറ്റർ അഡ്രസ്സ് എന്നിവ ഉണ്ടായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ, അതായത് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്ത ഉള്ള സെയിം ഡാറ്റ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക. എനിക്ക് തോന്നുന്നു വൺസ് അപ്ലിക്കേഷൻ ഫിനിഷ് ചെയ്തതിന് ശേഷമായിരിക്കും അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ആർക്കെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഓൾറെഡി എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തതുകൊണ്ടും രജിസ്ട്രേഷൻ ഡേറ്റ് 10th വരെ നീട്ടി വെച്ചതുകൊണ്ടും മിക്കവാറും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കാർഡ് കിട്ടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഡാറ്റാസൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അഡ്മിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. അഡ്മിറ്റ് കാർഡ് കിട്ടിയാൽ അത് എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ അഡ്മിഷൻ ടൈം വരെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഡൗട്ട് അമൃത എൻട്രൻസ് എക്സാം പ്രാക്ടീസ് ടെസ്റ്റിനെ കുറിച്ചാണ്. അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു എക്സാം പോർട്ടൽ വഴി, ആ പോർട്ടൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എക്സാം പോർട്ടൽ വഴിയാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. എവറി സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് പ്രാക്ടീസ് ടെസ്റ്റ് നടത്തുന്നത് എന്നാണ് അമൃത വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഡ്യൂറേഷൻ 1 hour ആണ്. 4 to 5 PM ആണ് ടൈമിംഗ് ഉണ്ടാവുക. ഫോർമൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബയോളജി 20 മാർക്സിന്, ഫിസിക്സ് 10 മാർക്സ്, കെമിസ്ട്രി 10 മാർക്സ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, +1 +2 PCB ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ഓൾറെഡി AEEL രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും പ്രാക്ടീസ് ടെസ്റ്റിന് നിങ്ങൾ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. വൺസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓൺലൈനാണ് എക്സാം ഉണ്ടാവുക. പ്രാക്ടീസ് ടെസ്റ്റും CBT എക്സാംസും എല്ലാം ഓൺലൈനാണ് ഉണ്ടാവുന്നത്. ഇത് നോൺ പ്രോക്റ്റേഡ് ആണ്. നോൺ പ്രോക്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് മാർക്സ് ഒന്നും പറയുമൊന്നുമില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, നിർബന്ധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഒരു പ്രിപ്പറേഷന്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പ്രധാനപ്പെട്ട നമ്പേഴ്സും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വെബ്സൈറ്റ് എന്നുള്ളതൊക്കെ ഇതിൽ കൊടുക്കാം. ഇമെയിൽ ID ഒക്കെ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്ത് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എന്തൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. AEEL എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.